ഹായ് മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ബ്രെഡ് പൊടിയും പുഴുകിയ മുട്ട പൊടിച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം, ലേശം. അതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത ശേഷം നമുക്ക് പച്ചമുളക്, വേപ്പില, അതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ലേശം മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, എരിവനുസരിച്ച്. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. അതിന് ശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല ലേശം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അളവനുസരിച്ച് ചേർക്കാനുള്ളത്. സവാളയെല്ലാം എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമുക്ക് അടുപ്പണയ്ക്കാം. അതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് ചോപ്പ് ചെയ്തെടുത്തത്. അതിലോട്ട് ലേശം ഉപ്പ്, അത് കഴിഞ്ഞ് ബ്രെഡ് പൊടി, 3 ബ്രെഡ് പൊടിച്ചതാണ് മിക്സിയിലിട്ട് പൊടിച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് നമുക്ക് തണുത്തതിന് ശേഷം കൈ വെച്ച് ഒന്നും കൂടെ നമുക്ക് നല്ല മിക്സാക്കി എടുക്കാം. നമുക്കിത് ബാൾസായിട്ട് കിട്ടും. നല്ല ബാൾസാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ബാൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം. ഈ സ്പൂണിന് 2 സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്പൂണ് മൈദപ്പൊടി ഇത്തിരി ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒരു നുള്ളു കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അല്പം എടുത്തിട്ടുണ്ട്. ബോൾസ് നമുക്ക് എണ്ണയിൽ മൈദമാവിൽ മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തീയില നമ്മുടെ ബോൾസാക്കി പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെറിയ തീയില ഇട്ടിട്ടുള്ളത്. അപ്പം ബ്രെഡും എഗ്ഗൊക്കെ ചേർത്തിട്ടുള്ള ബോൾസ് റെഡി ആയിട്ടുണ്ട്. സ്നാക്സ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ഉപയോഗിക്കാം. ഇത് പൊടിഞ്ഞു പോയിട്ടുള്ളതെന്നുള്ളത് ഇത് മൈദ ബാറ്ററിൻ്റെ മിക്സാണ് ഇത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.